ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷാഹി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു വൈറ്റ് കളറിൽ വരുന്ന ഒരു കറിയാണ് കേട്ടോ. നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിത് 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട, ഒന്നുകിൽ ഒരു മീഡിയം അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെക്കണം. പറ്റുന്നവരെ എടുത്ത് വെക്കുക, ഒട്ടും പറ്റില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിത് എന്തായാലും അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചെറിയ പരിപാടികൾ ചെയ്ത് തീർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 സവാള മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടുണ്ട്. ചെറിയ ജാറിലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അരിഞ്ഞിട്ടും ഉണ്ടാവില്ല, എന്നാൽ ചെറുതായിട്ട് ക്രഷ് ആയിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. അപ്പോൾ അത് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ആ മിക്സിയിൽ തന്നെ ഒരു 12 അല്ലെങ്കിൽ ഒരു 15ൻ്റെ അടുത്ത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ തൊലി കളഞ്ഞിട്ടുള്ള ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ക്രഷ് ആയതൊക്കെ നന്നായിട്ട് അതിൽ മിക്സായി നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കറി വയ്ക്കുന്ന പോലെയല്ല, ഇത്തിരി കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് തന്നെ ഒഴിക്കുന്നുണ്ട്. 4-5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. കാരണം ഇതിലേക്ക് കിടന്ന ചിക്കൻ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ജാതിപ്പൂ, അതുപോലെ തന്നെ ഒരു 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, ഒരു 10-20 കുരുമുളക്, പിന്നെ ഒരു 5-8 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 7 ഏലക്ക ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു 7 എടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 സവാള നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ചതച്ചെടുത്തില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കറി ചെയ്യുന്നത് 1 കിലോൻ്റെ അടുത്ത് ചിക്കനിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനനുസരിച്ച് എടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് വഴറ്റരുത്. സവാളയുടെ കളറ് മാറണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ചതച്ചിടുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് അതാണ്. അപ്പോൾ അതേ ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. അപ്പോൾ ഞാനിത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതാണെങ്കിലും അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരിട്ട് ചെയ്യണ്ട. അപ്പോൾ നന്നായിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം. ഈ കറി ശരിക്കും ഒരു വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ കുറച്ച് മഞ്ഞൾ ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊരു മഞ്ഞ കളർ വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ടും ചേർക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഈ കറി ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മൾ സാധാരണ വെക്കുന്ന ചിക്കൻ കറി പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റെപ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അപ്പോഴാണ് ശരിക്കും ചിക്കൻ കഴിക്കാൻ നല്ല രസം ഉണ്ടാവുക. അപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് എന്തായാലും ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇതിനകത്തോട്ട് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തൈര് ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം തൈര് ചേർക്കാനായിട്ട്. തൈര് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കരുത്. അപ്പോൾ പുളി അതുപോലെ തന്നെ ഒരുപാട് പുളിയുള്ള തൈരും ചേർക്കാൻ പാടില്ല. നോർമൽ പുളി മാത്രമേ പാടുള്ളൂ. ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ 1-2 സ്പൂണൊക്കെ ചേർക്കാവുള്ളൂ, ഇല്ലേ കറിക്ക് ഭയങ്കര പുളിയായി പോവും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 6-7 ചേർക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കാരണം ഇതിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ബാക്കി പച്ചമുളകുമാണ് ചേർക്കുന്നത് എരിവിന്, വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. ഇത്ര നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലല്ലേ വേവിച്ചത്. അപ്പോൾ എന്തായാലും ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എന്ന് വെച്ചാൽ ചിക്കൻ വേവാൻ എടുക്കുന്ന അത്രയും സമയം നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ ബദാമും അതുപോലെ തന്നെ കാഷ്യൂ നട്ടൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ മിക്സ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറുമയുടെ ടേസ്റ്റ് ഒന്നും അല്ല, വേറെ തന്നെ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നല്ലോണം ഇഷ്ടമാവും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-8 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. കാരണം ആ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി, ഒരുപാട് കുറുകണ്ട, കുറച്ച് ഗ്രേവിയുള്ള കറിയാണിത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ഈ സമയത്ത് ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കയുടെ ഫ്ലേവർ നല്ല കുറവുണ്ടെങ്കിൽ നിങ്ങൾ 1-2 ഏലക്ക ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൽ ഏലക്ക കുറച്ചും കൂടെ ഒന്ന് മുന്നിട്ട് നിൽക്കണം ഈ കറിയിൽ, അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതിനൊന്ന് അടച്ച് വയ്ക്കുകയും അതുപോലെ തന്നെ തുറക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കിയിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിനി തുറന്ന് വെച്ചിട്ട് ബാക്കി വറ്റിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ട അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് കുറച്ചും കൂടെ കറി രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ രസമായിരിക്കും. ആ ഗ്രേവി നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചൂടാക്കിയിട്ട് കൈവച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് കറി ആ ഒരു കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത്. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ശരിക്കും നമുക്ക് പാർട്ടിയിലാണെങ്കിലും അല്ലാണ്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കാരണം എല്ലാവരുടെയും ഫേവറേറ്റ് ആവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഞാൻ ഇത്രയും ഗ്രേവി എടുക്കുന്നുണ്ട്, കുറച്ച് ഗ്രേവി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം കുറച്ചുകൂടെ ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ല ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.